നമസ്കാരം. ഇവിടെ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും പ്രജ്ഞാ സിംഗ് ഠാക്കൂർ BJPയുടെ MP ആണ്, നേതാവാണ്, BJPയുടെ നേതാവാണ്, സന്യാസ വസ്ത്രധാരിയാണ്. RSകാർക്ക് വലിയ ഇഷ്ടമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തമ സന്യാസിനിമാരിൽ പെട്ടതാണ് അവർ. അങ്ങനെ ആവാൻ കാരണം അവർ 2-3 പള്ളികളിൽ സ്ഫോടനം നടത്തിയിട്ടുണ്ട്. മലയകാവ് സ്ഫോടനം, അതിൽ 5-6 പേര് മരിച്ചു, 19 പേര് മരണതുല്യരായി. പിന്നെ ഇടവിട്ട് ഏറ്റവും അശ്ലീലമാർന്ന വാക്കുകളും നോക്കുകളും അവർ പുറപ്പെടുവിക്കാറുണ്ട്. നമ്മളവിടെ അറിയാലോ, നമുക്ക് ശശികല പാർട്ടികൾ അതേപോലെ അത് അതൊരു ഇന്ത്യൻ ശശികല, ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞ പോലെ അതൊരു ദേശീയ ശശികലയാണത്. എഴുന്നേറ്റ് നടക്കാൻ വയ്യ. അതിനെ സംബന്ധിച്ചിടത്തോളം പ്രജ്ഞാ സിംഗ് എന്നാണ് പേര്. പ്രജ്ഞയില്ല, ശരീരത്തിനുമില്ല, മനസ്സിനും പ്രജ്ഞയില്ല. എഴുന്നേറ്റ് നടക്കാൻ വയ്യ, കണ്ണ് ശരിക്കും കാണില്ല, ക്യാൻസറാണ് രോഗം, ചാണകം കഴിച്ചിട്ട് ഭേദമായില്ല, ഉന്തുവണ്ടിയിലാണ് നടത്തം. എന്നിട്ടാണ് ഇത് പറയുന്നതെങ്കിലും വിഷം ചീറ്റുന്ന കാര്യത്തിൽ യാതൊരു കുറവുമില്ല സാരം. ഇപ്പോൾ ഒരു പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. എടാ ശൂദ്ര എന്ന് നിന്നെ ശൂദ്ര എന്ന് വിളിച്ചാൽ എന്താ തെറ്റ്? ശൂദ്രനെ ശൂദ്രൻ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ. ശൂദ്രനെ ശൂദ്രൻ എന്ന് വിളിക്കും, അത് ഞങ്ങളുടെ അവകാശമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇവിടെ ശൂദ്രനായി തന്നെ നിലകൊള്ളണം, അതാണ് അവരുടെ ഇംഗിതം എന്ന് സാരം. എന്താണ് ഈ ശൂദ്രൻ? പരിചാരകനാണ് ശൂദ്രൻ. പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരുടെ പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ഒരാൾ, ക്ഷത്രിയ എന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അടിന്തൽ നടത്തുന്ന ഒരാൾ, വൈശ്യൻ എന്ന് പറഞ്ഞാൽ അവരുടെ എണ്ണാക്കിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നടുവൊടിഞ്ഞ് കൃഷിക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ. ശമോദമസ്തവ ശൗചം ശാന്തിരാർജവമേവജ ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ, മനസ്സടക്കം, ഇന്ദ്രിയങ്ങളുടെ അടക്കം, അതുപോലെ തന്നെ ശൗചാദി കർമ്മങ്ങളിലുള്ള ഗംഭീരത്വം, ജ്ഞാനം, വിജ്ഞാനം, ഇതൊക്കെയുള്ളവനാണ്. അതുള്ളവനാരോ അതാണ് ബ്രാഹ്മണൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ബ്രാഹ്മണന്റെ മകൻ ഏത് ശവമായാലും അതിനെ ബ്രാഹ്മണൻ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടെ അറിയാവുന്ന കാര്യമാണത്. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേജാപ്യ ബലായനം ദാനം ഈശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. ശൗര്യം, തേജസ്, ഒരു തീരുമാനമെടുക്കാനുള്ള ശേഷി, യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടായുക, ഇങ്ങനെയുള്ള സ്വഭാവം ആർക്കുണ്ടോ അവരാണ് ക്ഷത്രിയന്മാർ. അപ്പൊ ഈ സ്വഭാവം നോക്കിയിട്ട്, ഗുണം നോക്കിയിട്ടാണ് ഈ ബ്രാഹ്മണ ക്ഷത്രിയന്മാരെ വിധിച്ചിട്ടുള്ളത്. ഇപ്പം അങ്ങനെയുള്ള സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്പൂരിയുടെ മോൻ ഏത് കരകേശനാണെങ്കിലും അയാൾ നമ്പൂരിയാണ്, അയാൾക്ക് മൂടിലിട്ട് കൊടുക്കും, മറ്റൊന്നും ചെയ്യാൻ പാടില്ല. കൃഷി ഗൗരക്ഷ്യ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം. കൃഷി ഗോരക്ഷ അതൊക്കെ നോക്കുന്ന വൈശ്യൻ. അത് കഴിഞ്ഞാലാണ് നമ്മളുടെ പ്രജ്ഞാ സിംഗിന്റെ ശൂദ്ര വരുന്നത്. ശൂദ്രസ്യാപി സ്വഭാവജം പരിചര്യാത്മകം കർമ്മ. അതെന്താണ്? മറ്റുള്ളവർക്ക് കഴുകി കൊടുക്കുക, വിറക് വെട്ടി കൊടുക്കുക, വെള്ളം കോരി കൊടുക്കുക, ഇതൊക്കെയാണ് ശൂദ്രന്റെ സ്വഭാവം. ശൂദ്രന് വിധിച്ചത് അതാണ്. പക്ഷെ വലിയ നീട്ടി വലിക്കലേക്കും കാണും, വ്യാഖ്യാനങ്ങളേക്കും കാണാം. ഒരാളുടെ ക്വാളിറ്റി അനുസരിച്ചാണ് എന്ന് അവർ പറയും. പക്ഷെ എല്ലാം കടലാസിലെ അക്ഷരങ്ങൾ മാത്രം, എല്ലാം നാക്കിലും വാക്കിലും മാത്രം. പ്രവൃത്തിയിൽ ശൂദ്രന്റെ സ്ഥാനം എന്താണെന്ന് അറിയാമല്ലോ. ഇവിടെ ചോദ്യം ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അത് ഗുണവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംജ്ഞയാണത്. അദ്ദേഹം ഒരു ബ്രാഹ്മണനാട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ നില, ആ ഒരു സംജ്ഞയായിട്ട് ബന്ധപ്പെട്ട നില അയാൾക്ക് അപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ആരാണെങ്കിൽ തന്നെയും അതുകൊണ്ട് തന്നെ കേൾക്കുന്നവർക്ക് വലിയ പഥ്യം തന്നെയായിരിക്കും അത്. പക്ഷേ ശൂദ്രൻ എന്ന സംജ്ഞ പരിചര്യയായിട്ട് ബന്ധപ്പെട്ടതാണ്. വേലക്കാരന്മാരെന്ന് പറയില്ല, വേലക്കാർ, അവിടുത്തെ സർവൻസ്, വഷളികൾ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ശൂദ്ര എന്ന് വിളിച്ചാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? അതുകൊണ്ട് ആ വിളി എന്തായാലും പറയുക, ശൂദ്ര എന്ന് വിളിച്ചതിൻ്റെ അർത്ഥം എന്താ? എടാ വേലക്കാരാന്നാണ് ആ വിളിയുടെ അർത്ഥം. അതാർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. അതേസമയം നമ്മൾ മറ്റേ ബ്രാഹ്മണൻ എന്ന സംജ്ഞയിൽ ഉൾപ്പെടുന്ന മലയാള ഭാഷയിൽ പറയുമ്പോൾ എന്താ മാഷേ സുഖല്ലേ, അല്ലെങ്കിൽ എന്താ ഗുരു സുഖല്ലേ എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷമാണത്. കാരണം അവർ വിജ്ഞാനികളാണ്, പ്രജ്ഞാനികളാണ് എന്നുള്ള ധ്വനി അതിനകത്ത് വരുന്നുണ്ട്. അല്ലയോ മഹാരാജൻ എന്ന് പറഞ്ഞാൽ, അല്ലയോ തിരുമനസ് എന്നൊക്കെ പറഞ്ഞാൽ രാജാവാണ്. ആ തിരുമനസ് എഴുന്നള്ളുണ്ട് അത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടിയും കോലായിട്ട് തൂത്തുമാരാനല്ല വരുന്നത്. അതപ്പോൾ തന്നെ മനസ്സിലായി, ആ പേര് കൊണ്ട് മനസ്സിലായി. അതുപോലെ തന്നെ വൈശ്യനെ നമ്മൾ കയറി മുതലാളി എന്ന് വിളിച്ചാൽ വലിയ ഇഷ്ടമാണ് അവർക്ക്.
കാരണം വെച്ചാൽ അവർക്ക് അപ്പോൾ തന്നെ ആ നില അവിടെ പരസ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റേ സ്വാഭാവിക സന്തോഷം, ഡോക്ടറെ, അല്ലയോ ഡോക്ടറെ, അദ്ദേഹം ചെയ്യുന്ന ജോലിയുടെ പേര് മേനോനെ അല്ലെങ്കിൽ തിരുമേനി ഏതൊക്കെയും വിളിക്കാം. അതുപോലെ ജോലിയുടെ പേരാന്ന് പറഞ്ഞിട്ട് എടാ തോട്ടി എന്ന് വിളിക്കാൻ പാടുണ്ടോ? അത്രേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഇവിടെ അതിനെ ശരിയില്ലായ്മ ബോധ്യപ്പെടുത്തുന്നതുകൊണ്ടാണ് അധസ്ഥിതര്, അതുപോലെ തന്നെ മറ്റേ ഈ ദളിതര്, അവർണര്, ആദിവാസികൾ എന്നൊക്കെ മാറ്റിയിട്ട് എല്ലാവരെയും ഹരിജൻസ്, മറ്റേ ദൈവത്തിൻ്റെ മക്കള്, ഈശ്വരൻ്റെ മക്കള് എന്ന രീതിയിൽ ഹരിജൻസ് എന്ന് വെച്ചത്. മഹാത്മജിയാണ് അത് വിളിച്ചത്. കാലം ചെന്ന സമയത്ത് എന്തായി, ഹരിയുടെ ജനങ്ങൾ അടിയാളർ എന്നുള്ള വാക്കിൻ്റെ പര്യായമായിട്ട് മാറി. അതാണ് സംഭവിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദുത്വവാദികളുടെ എപ്പോഴുമുള്ളൊരു നാമജപമുണ്ട്, ഹിന്ദു ഉണരണം, ഹിന്ദു ജാഗരണം എന്നതിന് സത്യത്തിൽ എന്താ അർത്ഥം വാസ്തവത്തിലുള്ളത്? ഹിന്ദു മതത്തിന്റെ പേരിൽ, ഹിന്ദു ദേശീയതയുടെ പേരിൽ അധികാരത്തിന്റെ സോപാനത്തിൽ എത്തിയവരാണ് ഈ പറഞ്ഞ ആൾക്കാർ, ഈ പ്രജ്ഞാസേനക്കും പോലുള്ള ആളുകൾ. ഈ വിധത്തിൽ നികൃഷ്ടമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഇവർക്കൂടെ ശൂദ്രന്മാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള അധസ്ഥിതരായിട്ടുള്ള ആളുകൾ, അടിമകൾ, ദളിതരായിട്ടുള്ള ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറുമ്പോൾ എന്താ പറഞ്ഞത്? തോട്ടിയെ ഞാൻ എടാ തോട്ടി എന്ന് തന്നെ വിളിക്കും. കേരളത്തിൽ പണ്ട് എന്താ വിളിച്ചിരുന്നത്? എൻ്റെ തന്നെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ അവിടെ നായന്മാർ അവർ വിളിച്ചിരുന്നത് ഈഴവ സഹോദരൻ എന്നല്ല വിളിച്ചത്. എടാ ചോനെ, നിന്റെ ചോദ്യം കൊണ്ടുപോവാ, ഇവിടെ മറ്റേ കിണറിന്റെ കുഴി കുത്താണ്ട്. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. സത്യങ്ങളാണ് പറയുന്നത്. എടാ പൊലയ, ഏത് 10-20 വയസ്സായി, 15 വയസ്സായുള്ള കുട്ടികൾ, 60 വയസ്സായിട്ടുള്ളൊരു പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളെ എടാ വേലായുധാണ് വിളിക്കുക. അതായിരുന്നു ഇവിടുത്തെ സ്ഥിതി. അങ്ങനെയാണ് ഇവിടെ ചെയ്തിരുന്നത്. അങ്ങനെയുള്ള എല്ലാവരുടെയും വോട്ട് വാങ്ങിച്ചിട്ട് പോയിട്ടാ പറയണേ, ഞാൻ തോട്ടി എന്നല്ല വിളിക്കടാ, നീ തോട്ടിയായിട്ടാണ് നിലകൊണ്ടാൽ മതിയടാ, നീ തോട്ടി എന്നുള്ള ആ ഡെസ്റ്റിനേഷനിൽ നീ മേലെ വരാൻ പാടില്ല, മറക്കണ്ട. ഇവരാരാണ്? BJPയുടെ നേതാവാണ്, BJPയുടെ MP ആണ്. അവരാണ് ഇത്തരം ജൽപ്പനങ്ങൾ സൃഷ്ടിക്കുന്നത്. ആരും ചോദ്യം ചെയ്യുന്നുണ്ടോ? ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ നയപരിപാടി അത് തന്നെയാണ്. സവർണ ഫാസിസം. മറ്റെല്ലാവരും ഹിന്ദു മാത്രം വേണം. എങ്ങനെ വേണം? വീടിനകത്ത് അടിച്ചുതളിയായിട്ട്, വിറക് വെട്ടിയായിട്ട്, വെള്ളം കോരിയായിട്ട്, ആസനം കഴുകി തരുന്നവനായിട്ട് ഒരെണ്ണം അവിടെ എൻ്റെ പുറകിൽ നിന്നോട്ടെ, എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കാം തിന്നാൻ വേണ്ടിയിട്ട് എന്ന രീതിയിലാണ് ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ നിൽക്കാൻ പാടുള്ളൂ. ആ രീതിയിലാണ് ഹിന്ദു ഉണരേണ്ടത്. അതായത് ഹിന്ദുവിൽ അതിഭൂരിഭാഗം ആളുകൾ ഉണരേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? അവരാരായിരുന്നു അതുപോലെ നിലകൊള്ളുക. ആ ഉണർച്ച, അതേ പാടുള്ളൂ എന്നുള്ള ഉണർവ്, അതേ പാടുള്ളൂ എന്നുള്ള അറിവ് കൃത്യമായിട്ട് പറയാൻ വെച്ചാൽ ഉണരാൻ പാടില്ല എന്നർത്ഥം. BJP സംഘപരിവാറിന് ഹിന്ദു ജാഗരണം എങ്ങനെയാണ് നടത്താൻ കഴിയുക എന്ന് ആലോചിച്ച് നോക്കുക. വാക്കിൽ മാത്രമല്ലേ ഇതുള്ളത്? ഹിന്ദുവിനെ ഉണർത്താൻ എങ്ങനെ അവർക്ക് കഴിയുക? പഴയ കാലത്തിൻ്റെ ആ അടിമ ഉടമ സമ്പ്രദായത്തിലേക്കുള്ള തിരിച്ചുപോക്കിനുള്ള ആഹ്വാനമല്ലേ ഈ സ്ത്രീ മുഴക്കുന്നത്? ഈ സന്യാസ വസ്ത്രധാരിയായിട്ടുള്ള പ്രജ്ഞാ സിംഗ് ഠാക്കൂർ മുഴക്കുന്നത്? ഞങ്ങൾ ഇനിയും പഴയ പോലെ, ഞങ്ങൾ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ ഇനിയും പഴയ പോലെ നിങ്ങൾ വിളിക്കും എടാ ശൂദ്ര, എടാ ചോനെ, എടാ പൊലയ, എടാ പറയ, എടാ ആദിവാസി എന്ന് തന്നെ വിളിക്കുമെന്നല്ലേ ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ബ്രാഹ്മണ ക്ഷത്രിയർക്ക് വിളിക്കുന്നത് കൊണ്ട്, ബ്രാഹ്മണരെ അല്ലെങ്കിൽ ക്ഷത്രിയരെ എന്ന് വിളിക്കുന്നത് അവർക്ക് കുഴപ്പമില്ലെന്നാണ് ആ സ്ത്രീയുടെ വാദം. അതിനർത്ഥമില്ല. ആ പേരുകൾ അതാത് കാലഘട്ടത്തിലുള്ള അവരുടെ നിലകളെ സൂചിപ്പിക്കുന്നുണ്ട്. മേനോൻ, മിസ്റ്റർ നായർ, തിരുമേനി എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് സമൂഹത്തിലുള്ള നില, ആ കാലഘട്ടത്തിൽ സമൂഹം വിധിച്ചു കൊടുത്തൊരു നില അവിടെ വെളിവാകുന്നുണ്ട്. അത് ഉന്നതവുമാണ്. അവിടെ അവർക്ക് സന്തോഷമാണ്. അതിനാൽ ആ കാര്യങ്ങളിലൂടെ ഈ പറയുന്ന മറ്റേ തിരുമേനി എന്ന് വിളിക്കുന്ന സമയത്ത് അതിൽ പല കാര്യങ്ങളും വ്യഞ്ചിക്കുന്നുണ്ട്. അദ്ദേഹം ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവനാണ്, നമ്മൾ അകന്ന് നിൽക്കേണ്ടതാണ്, അദ്ദേഹം ഉന്നതമായിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ നടത്തുന്നവനാണ്, അതൊക്കെ ആ പേരിൽ വരുന്നുണ്ട് അവിടെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ വിളി അലങ്കാരമാണ്, അദ്ദേഹത്തിന് അഭിമാനമാണ്. എന്നാൽ എടാ ശൂദ്ര എന്ന് വിളിക്കുന്ന സമയത്ത് കൂട്ടത്തിൽ അയാളുടെ തൊഴിലും അയാളുടെ നിലയും അതൊക്കെ വെളിവാകുന്നുണ്ട്. വെള്ളം കോരിയും വിറക് വെട്ടിയും എന്നർത്ഥം. എടാ വെള്ളം കോരി, എടാ ശൂദ്ര എന്ന് വിളിച്ചതിൻ്റെ അർത്ഥം എന്താ? എടാ വെള്ളം കോരി, എടാ പരിചാരക, എടാ വിറക് വെട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. കേരളത്തിൽ പൊലയ എന്നൊരാളെ വിളിക്കുമ്പോൾ തെളിയും അവൻ അടിയാളനാണ്. ഇന്നല്ല പണ്ട്, ഇന്നത്തെ കാലഘട്ടമല്ല പറയുന്നത്. വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന് തെളിയൽ ചെയ്യുമ്പോൾ മോന്തക്കുറ്റിമേ തെളിയുക, 5 വിരലാണ് ഇപ്പോൾ അവിടെ തെളിയുക. ഇന്ന് വിളിക്കുമ്പോൾ പണ്ട് തെളിയും അവൻ അടിയാളനാണ്, അടിമയാണ്, വിധേയനാണെന്ന് വരുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഈ മാറിപ്പോകാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് അത്തരം വിളികളെ നിയമം മൂലം നിരോധിച്ചു വെച്ചിട്ടുള്ളത്. അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരെ നീഗ്രോ എന്ന് വിളിക്കാൻ പാടില്ല, നിയമമാണത്. അതൊക്കെ ഇത്തരം മനോവികാരത്തിന് ഉയർന്നു വന്ന കാര്യമാണത്.
ഇവിടെ സംഭവം മറ്റൊന്നുമില്ല. എടാ ശൂദ്ര എന്ന് വിളിക്കും ഞങ്ങൾ. അവൻ്റെ ജാതിപ്പേര് തന്നെ അവർ വിളിക്കും, അവൻ്റെ തൊഴിൽ പേര് വിളിക്കും. അവൻ തോട്ടിയാണ്, എടാ തോട്ടി എന്നേ ഞങ്ങൾ വിളിക്കുള്ളൂ. സമൂഹത്തിൻ്റെ അവൻ്റെ നില എപ്പോഴും അവനെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതാണ് തമ്പ്രാക്കന്മാർക്ക്, സവർണ ഫാസിസ്റ്റുകൾക്ക്, തമ്പ്രാക്കന്മാരായിട്ടുള്ള സവർണ ഫാസിസ്റ്റുകൾക്ക് അടിപണിയാൻ ജന്മമെടുത്തവരെ മണ്ണോട് മണ്ണ് ചേർന്നേ ഇരിക്കാൻ പാടുള്ളൂ. അവർ ഉയരരുത്, അവർ ഉണരരുത്, ജാതി ഇല്ലാതാകരുത്. സവർണന് കഴുകി കൊടുക്കാനും അവരുടെ എച്ചിൽ വൃത്തിയാക്കാനും എനിക്ക് ആളുകൾ വേണമല്ലോ. സത്യം എന്താണ് വാസ്തവത്തിൽ? ഹിന്ദു ഒന്നാകെ ഉയരാനും ഉണരാൻ സമ്മതിക്കില്ല. കുമ്പിട്ട് നിൽക്കേണ്ടവൻ കുമ്പിട്ട് നിന്നേ മതിയാകൂ. എന്തിനാണത്? ചവിട്ടിക്കയറുന്നവന് ചവിട്ടിക്കയറാൻ. ഇതാണ് സംഘപരിവാറിന്റെ ഉദ്ദേശീയ ലക്ഷ്യങ്ങൾ. ഇതൊക്കെയാണ് BJPയുടെ മനസ്സിലിരിപ്പതാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഹിന്ദു ഉണർന്നാൽ എന്താ ഉണ്ടാകുക? അവൻ ചുറ്റും നോക്കും. ഉറങ്ങിക്കിടക്കുന്നവർ ചുറ്റും നോക്കാൻ പറ്റില്ലോ. അവൻ ചുറ്റും നോക്കും. അവൻ ആരാണെന്ന് അവൻ ചിന്തിക്കും. അവൻ സ്വയം ചിന്തിക്കും, ഞാൻ ആരാണെന്ന്. അന്ന് അവന് മനസ്സിലാവും ഹിന്ദു എന്ന് പറയുന്ന മതത്തിനകത്ത് താൻ വിലക്കപ്പെട്ടവനാണ്, താൻ മാറി നിൽക്കേണ്ടവനാണ്, താൻ അകന്നു നിൽക്കേണ്ടവനാണ്, തനിക്ക് അവിടെ നിലയില്ല, വിലയില്ല, താൻ അധസ്ഥിതനെന്ന പട്ടം ചൊങ്കാൻ ബാധ്യതയുള്ളവനാണ്, താൻ പൊലയനാണ്, താൻ പറയനാണ്, താൻ ആദിവാസിയാണ്. ആ പഴയ കാലഘട്ടത്തിലേക്ക് എന്നെ തള്ളി വിടുകയാണ് ഈ സംഘപരിവാറും BJPക്കാരും ചെയ്യുന്നത്. എന്നെ അടിമയാക്കാൻ ശ്രമിക്കുകയാണ് അവർ, എന്നെ അടിയാളരാക്കാൻ ശ്രമിക്കുകയാണ് അവർ, എന്നെ വിധേയനാക്കുകയാണ് അവർ, വില കുറഞ്ഞവനാക്കുകയാണ് ചെയ്യുന്നത്. എന്നെ ജാതിപ്പേര് വിളിച്ച് താഴ്ത്തിക്കെട്ടുകയാണ്. വളരാൻ വെമ്പുന്ന ഞങ്ങളുടെ കടക്കിൽ അവർ കത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും മറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉറക്കെ വിളിച്ച് ചോദിക്കും. അവൻ യഥാർത്ഥത്തിൽ ഉണർന്നവൻ വിളിച്ചു ചോദിക്കും. ഇങ്ങനെ മനുഷ്യനെ ഒന്നാം തരവും രണ്ടാം തരവും അതിനപ്പുറം മൃഗത്തിന് തുല്യമായിട്ട് കണക്കാക്കുന്ന ഈ ഹിന്ദു മതത്തിനപ്പുറം ഒരു മതമില്ലേ ഈ ലോകത്തിൽ? ഉണ്ടെങ്കിൽ അത് പറയൂ. ജന്മത്തിൻ്റെ പേരിൽ ജീവിതം മുഴുവൻ ദുരിതമാക്കുന്ന ഹിന്ദു മതത്തിനപ്പുറം മാനവനെ ശ്രേഷ്ഠനായിട്ടും കനിഷ്ഠനായിട്ടും വേർതിരിച്ച് കൽപ്പിക്കാത്ത ഏതെങ്കിലും മതമുണ്ടോ ഇവിടെ? കറുത്തവനെയും വെളുത്തവനെയും, ധനികനെയും ദരിദ്രനെയും, രാജാവ് പ്രജ എല്ലാം ഈശ്വരന് മുമ്പിൽ ഒന്നാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു മതമുണ്ടോ ഈ ലോകത്തിൽ? ഒന്നാം കിട, രണ്ടാം കിട, മൂന്നാം കിട, കിടയില്ലാത്തവൻ എന്നിങ്ങനെ വർഗീകരണം നടത്തുന്ന ഒരു മതമുണ്ടോ ഈ ലോകത്തിൽ? സ്വാഭാവികമായിട്ട് അവൻ ചോദിക്കും, അവന് ഉത്തരം കിട്ടും, അവൻ അന്വേഷിക്കും, അവൻ കണ്ടെത്തും. ആ ഉത്തരം ഇതാണ് ഇസ്ലാം. അവൻ കണ്ടെത്തുന്നത് അതാണ് ഇസ്ലാം. അതെ, ഇസ്ലാം തന്നെ. അവിടെ എല്ലാം അള്ളാഹുവിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമാണ്. അവിടെ അറബി, അനറബി അങ്ങനെയുള്ള വലിപ്പ ചെറുപ്പങ്ങൾ അത് പാടില്ല. അറബിക്ക് അനറബിയേക്കാളും അനറബികൾക്ക് അറബികളെക്കാൾ മഹത്വക്കുറവോ ഒന്നുമില്ല എന്ന് പറഞ്ഞ പ്രവാചകന്റെ മതമാണത്. അടിമയായിരുന്ന ഒരാൾ, അന്യദേശത്തുള്ള ഒരാൾ, കറുത്തവനായിട്ടുള്ള ഒരാൾ, ബിലാല്, അദ്ദേഹത്തോണ്ട് ആ വാങ്കൊളിപ്പിച്ചത് അവിടെ ആളില്ലാഞ്ഞിട്ടില്ല. അറബികൾക്കിടയിൽ, വെളുത്തവരുടെ ഇടയിൽ ആളില്ലാഞ്ഞിട്ടില്ല. അത് മനഃപൂർവ്വം ചെയ്തതാണ്. അത്തരം കളികൾ, വലിപ്പച്ചെറുപ്പങ്ങൾ, തൊട്ടുകൂടാത്തവൻ, തീണ്ടിക്കൂടാത്തവൻ, ആ ജാതിയിൽപ്പെട്ടവൻ, കീഴ്ജാതിയിൽപ്പെട്ടവൻ, ഹീനജാതിയിൽപ്പെട്ടവൻ, നികൃഷ്ടജാതിയിൽപ്പെട്ടവൻ, ശൂദ്രൻ, ബ്രാഹ്മണൻ എന്നിത്യാദി സങ്കല്പങ്ങൾ ഇപ്പോഴെ തന്നെ അതിൻ്റെ മുനയെ ഒടിച്ചു കളയണമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്, അതിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ടാണ് നബി തിരുമേനി 1400 വർഷങ്ങൾക്ക് മുമ്പ് ബിലാലിനെ കൊണ്ട് തന്നെ വാങ്കൊളിപ്പിച്ചത്. അറബിയായിട്ടുള്ള പ്രവാചകൻ, അറബിയായിട്ടുള്ള ഖലീഫമാർക്കും ഒപ്പം ഇന്ന് ബിലാൽ ആദരിക്കപ്പെടുകയാണ്. അദ്ദേഹം അടിമയാണെന്ന് മനസ്സിലാക്കണം. അടിമയായിരുന്നു, ആദരിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ മതമാണത്. ഇസ്ലാം. ആര് കണ്ടെത്തുന്നു? തേടുന്നവൻ കണ്ടെത്തുന്നു. ഹിന്ദുമതത്തിൻ്റെ ജാതി പ്രഹേളികളിൽ നിന്ന് ഉരുകിത്തീരാൻ വിധിക്കപ്പെട്ടവൻ, ആ ജാതി പ്രഹേളിയാകുന്ന അഗ്നിയിൽ ബന്ധു നീറാൻ വിധിക്കപ്പെട്ടവൻ, ഒടുവിൽ ആ ശബ്ദം അവൻ കേൾക്കും. അവൻ ഉണർന്നാൽ, അവൻ ഉയർന്നാൽ ആ ശബ്ദം കേൾക്കുക തന്നെ ചെയ്യും. വാടാമക്കളെ, ഇസ്ലാമിലേക്ക് വാടാമക്കളെ, ധൈര്യമായിട്ട് കയറി വാടാമക്കളെ ഇസ്ലാമിലേക്ക്. ഇവിടെ ഏതായാലും ശൂദ്രനില്ല, ഇവിടെ കറുത്തവനുമില്ല, വെളുത്തവനുമില്ല, ഇവിടെ പറയനില്ല, പൊലയനില്ല. എല്ലാവരും പരമകാരുണികനായിട്ടുള്ള ഏകദൈവമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമാണിടാ. കയറി വാടാമക്കളെ. BJP, അതേപോലെ സംഘപരിവാർ, BJP ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ. ഇപ്പോൾ
നിങ്ങൾ സവർണ ഫാസിസ്റ്റുകൾക്ക് ഗുണം പിടിക്കണമെങ്കിൽ, നിങ്ങൾക്ക് വയ്ക്കാനും വിളമ്പാനും, നിങ്ങൾക്ക് അടിപണിയാനും, നിങ്ങൾക്ക് കഴുകി തരാനും, നിങ്ങൾക്ക് വെള്ളം കോരാനും വിറക് വെട്ടാനും നിങ്ങൾക്ക് പരിചാരകർ ഉണ്ടാകണമെങ്കിൽ, അടിയാളർ ഉണ്ടാകണമെങ്കിൽ, അടിമകൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഹിന്ദു ഉണരാൻ വേണ്ടിയിട്ടല്ല. ഉണർന്നാൽ അവൻ ആ വിളി കേൾക്കും. അതുകൊണ്ട് അവൻ ഉണരാതിരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെയുള്ള 95% ഹിന്ദുക്കളും ഇന്ന് അടിയാളരായിട്ട് കിടക്കട്ടെ, സവർണ ഫാസിസ്റ്റുകളുടെ അടിപണിയുന്നവരായിട്ട് അവിടെ ജീവിക്കട്ടെ. അവർക്ക് ഒരിക്കലും ഉണർവുണ്ടാകരുത്, അവർക്കൊരിക്കലും അറിവുണ്ടാകരുത്, അവരൊരിക്കലും ഉണരരുത്, അവരൊരിക്കലും ഉയരരുത്. ഉയർന്നാലത്തെ സ്ഥിതി എന്താണ്? ഉണർന്നാലത്തെ സ്ഥിതി എന്താണ്? അവൻ ആ വിളി കേൾക്കും. അവൻ ഉത്തരം തേടും, ചോദ്യങ്ങൾക്ക് ഉത്തരം തേടും, അവൻ അന്വേഷിക്കും. ഇങ്ങനെയുള്ള വഷളത്തരങ്ങൾ ഇല്ലാത്ത, ഇങ്ങനെയുള്ള ക്രമമില്ലാത്ത, ചിട്ടയില്ലാത്ത, അടക്കില്ലാത്തൊരു മതം ഇല്ലേന്ന് അവൻ അന്വേഷിക്കും. ആ സമയത്ത് അവൻ ആ വിളി കേൾക്കും, കേറി വാടാ മക്കളെ ഇസ്ലാമിലേക്ക് എന്ന വിളി. ആയതുകൊണ്ട് തന്നെ ഹിന്ദു നേരെയാകരുത്, നന്നാകരുത്, ഉണരരുത്, ഉയരരുത് എന്ന് പ്രാർത്ഥിക്കണോ സംഘപരിവാറുകാരെ, BJP-ക്കാരെ. നമസ്കാരം.